നടക്കാൻ പറ്റുമോ സാറിന്? ശ്രമിക്കല്ലേ? ആ നോക്കാന്നാ പറയുന്നത്. വെരി ഗുഡ്. Come on. കാലെടുത്ത് തറയിലേക്ക് വെക്കേ. ഓക്കെ. സർ പതുക്കെ. പതുക്കെ എഴുന്നേറ്റോളൂ സർ. കൈക്ക് ബലം കൊടുത്ത് എഴുന്നേറ്റോളൂ. ആ യെസ്, എണീക്കൂ സർ. കമോൺ. എഴുന്നേറ്റോളൂ സർ. കമോൺ. യെസ് സർ. ഓ, വിട്ടോ. കൈയെടുത്തോളൂ. സ്ലോലി സ്ലോലി. യെസ് യെസ് യെസ്. ഇതൊരു രണ്ടാം ബാല്യ. പിച്ച വെച്ച് തുടങ്ങണം. കുറച്ച് നടന്നോളൂ. യെസ് കമോൺ. സ്ലോലി. യെസ് കമോൺ. നടന്നോളൂ സർ. സ്ലോലി. യെസ്. നടന്നോളൂ. കമോൺ. സ്ലോലി. നടന്നോളൂ സർ. ട്രൈ സർ. കമോൺ. യു ക്യാൻ. കമോൺ സർ. കമോൺ. ട്രൈ സർ. കമോൺ സർ. അയ്യോ. കമോൺ. കമോൺ. സപ്പോർട്ട് സപ്പോർട്ട്. കമോൺ. മൂവ്. നടന്നോളൂ. നല്ല ബോഡി പെയിൻ കാണും. അത് സാരമില്ല. നടന്നേ അത് മാറും. ഇനി ഒറ്റയ്ക്ക് നടക്കാൻ ഒരു സഹായം തേടാം. സഹായത്തിന് വാക്കർ കൊടുക്കാം. ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ട് എന്താ കാര്യം? ഇതൊക്കെ പറയേണ്ട സമയത്ത് പറയേണ്ടവരോട് പറയണമായിരുന്നു. അതിന്റെ കുഴപ്പം നീ ഇപ്പൊ അനുഭവിക്കുന്നേ. നിനക്കിത് എന്നോടെങ്കിലും പറയായിരുന്നില്ലേ? കുറെ വഴക്ക് കേട്ടാലും കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമാവുമായിരുന്നു. അച്ഛന് ആക്സിഡന്റ് പറ്റില്ലായിരുന്നെങ്കിൽ അന്ന് ഈ കാര്യത്തിനൊരു തീരുമാനമായനെ. എന്റെ ഭാഗ്യക്കേട്. വേറെന്താ പറയാനാ? അത് കഴിഞ്ഞിട്ട് ഇത്രയും ദിവസമായില്ലേ? അച്ഛൻ ആ അവസ്ഥയിൽ കിടക്കപ്പോയി ഞാൻ എങ്ങനെ ചേച്ചി ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇവിടെ ഒരു ടെൻഷൻ ഉണ്ടാക്കുന്നത്? അത് ശരിയല്ലെന്ന് തോന്നി മിണ്ടായിരുന്നു. അതാ ഞാൻ ചെയ്ത തെറ്റ്. അത് കഴിഞ്ഞെങ്കിലും നിനക്ക് പറയായിരുന്നില്ലേ? അപ്പോഴേക്കും എല്ലാം കൈവിട്ടു പോയി. അവിടെ എല്ലാവരും മുരളിയുടെ ഭാര്യയായിട്ട് കണ്ടുപോയില്ലേ? പക്ഷെ അച്ഛനാ എനിക്ക് ധൈര്യം തന്നത്. ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ അച്ഛനത് പരിഹരിക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. പറയാതെ കാത്തു വെച്ചിട്ട് ഇപ്പൊ എന്താ സംഭവിച്ചേ? നിന്നെ വിശ്വസിച്ചിറങ്ങി വന്ന ആ പാവം പിടിച്ച പെണ്ണ് അനുഭവിച്ചതിന് വല്ല പരിധിയുണ്ടോ? സഹിച്ച് അവസാനം അവൾ ജീവൻ ഒടുക്കാൻ വരെ ശ്രമിച്ചില്ലേ?
അന്ന് അവള് മരിച്ചു പോയിരുന്നെങ്കിൽ പിന്നെ നിന്റെ ആയുസിൽ നിനക്ക് മനസ്സമാധാനം ഉണ്ടാവുമായിരുന്നോ? എനിക്ക് വേണ്ടി ജീവൻ ഒടുക്കിയിട്ട് അവളെ തനിച്ചുവിടുന്ന ചേച്ചിക്ക് തോന്നുന്നുണ്ടോ? പിന്നെ ഞാനെന്തിനാ ബാക്കിയാവുന്നേ? കൂടെ പോകാൻ റെഡിയായിട്ട് തന്നെയാ ഹോസ്പിറ്റലില് ഐസിനു മുമ്പില് ഞാൻ കാത്തു നിന്നത്. ജീവിക്കുന്നെങ്കിൽ ഒരുമിച്ച്. അത് ഞങ്ങളെടുത്ത തീരുമാനാ. നന്ദ, അടിച്ച് നിന്റെ മുഖം പൊളിക്കാ വേണ്ടത്. അവളെ മരിക്കാൻ വിട്ടിട്ട് നീയും കൂടെ അങ്ങ് പോയ എല്ലാം നന്നാവോ? അതുകൊണ്ട് ആർക്കാണ് നഷ്ടം? അവളെ താലി കെട്ടിയെങ്കിൽ വിളിച്ചോണ്ട് ആണുങ്ങളെ പോലെ ഇങ്ങോട്ട് കയറി വരണമായിരുന്നു. ഇവിടെ കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞാ പുറത്തു പോയി എവിടെയെങ്കിലും ജീവിക്കണം. അന്തസ്സായിട്ട് ജീവിച്ച് കാണിച്ചു കൊടുക്കണം. ശരിയാ, അത് തന്നെയാ ഞാൻ ചെയ്യേണ്ടിരുന്നത്. ഇപ്പൊ എനിക്കത് മനസ്സിലായി. ഇതിപ്പോ ആരോടൊന്നും പറയാനും പറ്റില്ല. ബലരാമൻ അങ്കിൾ ഇതെങ്ങനെ അറിഞ്ഞാലേ എന്താ സംഭവിക്കുന്നെന്ന് നിനക്കറിയോ? മീരിക്ക് വേണ്ടി അങ്കിൾ എന്ത് ചെയ്യാനും മടിക്കില്ല, അറിയാലോ. അത് പേടിച്ചിട്ട് ഞാനെന്ത് വേണം? ദേവി കൈവിട്ട് കളയണോ? ചേച്ചി പറ. ഈശ്വര, ഓർക്കുമ്പോ എന്റെ കൈയും കാലും തളർന്നു പോവോ? എങ്ങനെയായി കെണിന്ന് നമ്മൾ രക്ഷപ്പെടുക? ഇനിയിപ്പൊ അച്ഛൻ പറഞ്ഞാൽ പോലും അമ്മ ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറില്ല. ഇത് വലിയൊരു ദുരന്തത്തിൽ അവസാനിക്കും. നിനക്ക് മാത്രമേ അത് ഒഴിവാക്കാൻ പറ്റൂ. ഇതിന്റെ പരിഹാരം നിന്റെ കയ്യിൽ മാത്രമാ. ഞാൻ പറഞ്ഞത് കൊള്ളാം. ചേച്ചി ഇങ്ങനെ പറയുന്നത് ഞാൻ കരുതിയില്ല. ഞാൻ ദേവിയെ മറക്കണം, അതല്ല ചേച്ചി ഉദ്ദേശിച്ച പരിഹാരം. എടാ, ഞാൻ എനിക്കെന്താ പറയാനുള്ളതെന്ന് ചേച്ചിക്ക് വ്യക്തമായിട്ട് അറിയാം. പറഞ്ഞു ബോറാക്കുന്നില്ല. ഒരു കാര്യം അറിഞ്ഞാൽ നന്നായിരുന്നു. ദേവിയെ ചേച്ചിക്ക് വലിയ ഇഷ്ടമായിരുന്നല്ലോ. ഈ ബന്ധം ഒഴിഞ്ഞു പോകാൻ അവൾക്കിട്ട വില എന്താ? അതൊന്ന് അറിഞ്ഞിരിക്കാനാ. എടാ, ഞാൻ അങ്ങനെയൊന്നുമല്ല പറഞ്ഞത്. വേണ്ട, എനിക്കിനി ഒന്നും കേൾക്കണ്ട. ലോകം എങ്ങനെയാ? എത്രയൊക്കെ ആദർശം പറഞ്ഞാലും കാര്യത്തോട് അടുക്കുമ്പോ മുഖ്യ സ്ഥാനം പണത്തിന് തന്നെയാ. ആ കാര്യത്തിൽ എല്ലാരും കണക്കാ, അല്ലേ? ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. മനസ്സിലായി. എനിക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ കൂടെ ദേവിയും കാണും. ഇവിടെ എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാലും അതിനൊരു മാറ്റം ഉണ്ടാവില്ല. ഭഗവാനെ, ധൈര്യമായി പിടിച്ചോളൂ. Come on, sir. Try. Move. നടന്നോളൂ. Come on, sir. Move. Yes. Move. Try, sir. Okay. നടന്നോളൂ. Move, sir. Move. Move. Come on, sir. Move. Slowly. Yes. Move. Come on, sir. Come on. Yes. Come on, sir. നന്ദ, നീ എങ്ങോട്ടാ പോകുന്നത്? കൈനോട്. നീ എങ്ങോട്ടാ പോകുന്നത് പറഞ്ഞിട്ട് പോയാൽ മതി. എടാ നന്ദ, പറഞ്ഞിട്ട് പോടാ. ഈശ്വര, ഇവിടെ എന്തൊക്കെയാ നടക്കുന്നത്? ഈശ്വര, ആങ്ങളും പെങ്ങളും തമ്മിൽ അടിയായെന്നാ തോന്നണേ. മോളത്തെ ബഹളം കേട്ടിട്ട് ഒരു സമാധാനവും ഇല്ല. എത്ര സന്തോഷമായിട്ട് സ്നേഹമായിട്ട് കഴിഞ്ഞ വീടാ. ഇപ്പൊ തമ്മി നോക്കിയ വഴക്കും ബഹളവും. ചന്ദ്രത്ത് മുടിയാനുള്ള കാലായെന്നാ തോന്നണേ. ഈശ്വര, ദേവിനെ ഇങ്ങനെ പീഡിപ്പിച്ചതിന് എനിക്ക് കിട്ടുന്ന തോന്നണേ.
തൽക്കാലം രക്ഷപ്പെട്ടു. ഒന്നും ചോദിച്ചില്ല. ഈശ്വര, ബാഗുമായിട്ടാണല്ലോ. ഈ വീട് വിട്ട് ഇനി പോവുകയാണോ? മീനാക്ഷി, എടീ, നശിച്ചു, എല്ലാം കഴിഞ്ഞു. ഈ വീട് മുടിഞ്ഞ് നാശാവാനുള്ള പുറപ്പാടാ. നീ എന്തായി പറയുന്നേ? നന്ദമോനും പെങ്ങളും തമ്മിലേ മുടിഞ്ഞ വഴക്കും ബഹളമായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോഴേ നന്ദമോൻ ബാഗ് എടുത്തോണ്ട് ഇറങ്ങിപ്പോയി. ഈശ്വരാ, ഇനി വരൂല്ലെന്ന് വല്ലതും പറഞ്ഞു? അങ്ങനെയൊന്നും പറഞ്ഞു കേട്ടില്ല. പക്ഷെ ആ പോക്കിന്റെ രീതി കണ്ടാലറിയാം, എന്തോ തുനിഞ്ഞ മട്ടാ. നല്ല തങ്കപ്പെട്ട സ്വഭാവമുള്ളവനായിരുന്നു ആ കൊച്ചൻ. ഉള്ള കണ്ട ഭക്ഷണത്തിന് മുഴുവൻ പഠിപ്പിച്ച് വഴി തെറ്റിച്ച നിന്റെ മോനാ. എന്റെ മോൻ അങ്ങനെ വഷളായി നടക്കുന്നവനൊന്നും അല്ല. നല്ല അന്തസ്സായിട്ട് പണിയെടുത്ത് കുടുംബം നോക്കുന്നവനാ. അവൻ ആരെയും വഴി തെറ്റിക്കാൻ നോക്കാറുമില്ല. വെറുതെ വായ തോന്നൊക്കെ വിളിച്ച് പറഞ്ഞാലുണ്ടല്ലോ. നീ അങ്ങനെ പറഞ്ഞ അവനെ പുണ്യാളനൊന്നും ആക്കണ്ടടി. ദേവിക നന്ദകുഞ്ഞിന്റെ ഭാര്യയായിരുന്നെന്ന് മുരളിക്ക് അറിയായിരുന്നില്ലേ? എന്നിട്ട് അവൻ നിന്നോട് പറഞ്ഞോ? ഇല്ലല്ലോ. നീ എന്റെ പെറ്റതള്ളല്ലേ? അത്രയ്ക്ക് മര്യാദക്കാരനാണെങ്കിലേ അങ്ങനെ നുണ പറഞ്ഞ് അവളെ സ്വന്തം വീട്ടിൽ പൊറപ്പിക്കുവോ? സത്യം മറച്ചു വെച്ചതുകൊണ്ടല്ലേ നീ ആ പെണ്ണിനെ ഇവിടെ ഇട്ട് ചക്രശ്വാസം വലിപ്പിച്ചത്? ഉള്ള കാര്യം പറഞ്ഞിരുന്നെങ്കിൽ നീ അങ്ങനെയൊക്കെ ദേവിയോട് ചെയ്യുമായിരുന്നോ? പരമദുഷ്ടൻ. എന്റെ മോനാണെങ്കിലും എങ്ങനെ പറയാതിരിക്കും? എന്തൊക്കെയാ ഞാൻ ആ പെങ്കൊച്ചിനോട് ചെയ്തു കൂട്ടിയേ. മരണം വരെ മറക്കാൻ പറ്റാത്ത പണികളാ നീ ചെയ്തു കൂട്ടിയേ. ഇപ്പോഴത്തെ ഈ ബഹളവും വഴക്കും ഒക്കെ കഴിഞ്ഞ് കാര്യങ്ങളൊക്കെ തെളിഞ്ഞ് നേരെയാകുമ്പോ ദേവിക നന്ദമ്മോന്റെ ഭാര്യയായിട്ട് ഈ വീട്ടിൽ കയറി വരും. ഈശ്വരാ, ദേവികയുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കൂ? അതോർത്ത് നീ വിഷമിക്കണ്ട. നിനക്ക് ദേവികയുടെ മുഖത്ത് നോക്കേണ്ടി വരില്ല. അതെന്താ? അവളുടെ സ്ഥാനത്ത് ഞാനാണെങ്കില് നിന്റെ കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിക്കും. എന്റെ ഒരു കണക്കുകൂട്ടല് ശരിയാണെങ്കിൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ദേവിക നിന്നെ ഇവിടെ ഇട്ട് ഇച്ഛ വരപ്പിക്കും. നോക്കിക്കോ. എന്താ? അമ്മ എവിടെയാ? ഞാൻ ജോത്സ്യരെ കണ്ടിട്ട് ഇറങ്ങി. എന്താ നീ വിളിച്ചേ? ഇവിടെ ഒരു പ്രശ്നമുണ്ട്. നന്ദൻ ഡ്രസ്സും ബാഗും എടുത്തോണ്ട് ഇറങ്ങിപ്പോയി. പോയോ? എങ്ങോട്ടാ? ഞാൻ ചോദിച്ചു, അവനൊന്നും പറഞ്ഞില്ല. എന്താ അങ്ങനെ പോവാൻ? അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? ദേവികയുടെ കാര്യം ഞാൻ സംസാരിച്ചു. അവ അതിൽ തന്നെ ഉറച്ചു നിൽക്കുക. എന്തൊക്കെ സംഭവിച്ചാലും മീരയായിട്ടുള്ള കല്യാണത്തിന് അവൻ നിന്ന് തരില്ല. ഒരുക്കങ്ങളായിട്ട് മുന്നോട്ട് പോയാ അവസാനം നമ്മൾ നാണം കെട്ട് പോവും. ഈ വിഷയം അവനോട് സംസാരിക്കാൻ നിന്നോട് ആരാ പറഞ്ഞത്? അത് ഞാൻ ഇനി ഇക്കാര്യം ആരും അവനോട് ഡിസ്കസ് ചെയ്യുന്നില്ല, മനസ്സിലായോ? ഇതെന്നേക്കാൾ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അമ്മേ, ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചില്ല. ഇത് ഉദ്ദേശിച്ചെടുത്ത് എങ്ങനെ എത്തിക്കണമെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതിനുള്ള ഒരു പ്ലാനും എന്റെ കയ്യിലുണ്ട്. ഇടേക്കേറി സംസാരിച്ച് അത് അലങ്കോലമാക്കിയാലുണ്ടല്ലോ. നന്ദൻ ദേവികയെ കുറിച്ച് പറഞ്ഞതൊന്നും നമ്മൾ ആരും കേട്ടിട്ടില്ല. അതിന് തെളിവില്ല, സാക്ഷികളുമില്ല. ഇത് ഞാൻ ഒരു വട്ടം എല്ലാവരോടുമായിട്ട് പറഞ്ഞതാ. ഇനി എന്നെ കൊണ്ടത് ആവർത്തിപ്പിക്കരുത്. അവൻ പറഞ്ഞ കഥയ്ക്ക് ഒരൽപ്പം പോലും റെലവൻസ് ഇല്ല. ജസ്റ്റ് ഇഗ്നോർ ഇറ്റ്, മനസ്സിലായില്ലേ?
ആദ്യം ബെല്ലുണ്ടായിരുന്നു, ഇപ്പൊ സ്വിച്ച് ഓഫ് ചെയ്തു. ഹോസ്പിറ്റലിലേക്കായിരിക്കുമോ നന്ദൻ പോയിട്ടുണ്ടാവുക? ആ, അങ്ങോട്ടാ പോയതെങ്കിൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യേണ്ട കാര്യമുണ്ടോ? കുറച്ചു ദിവസം ഒന്ന് മാറി നിൽക്കാനായിരിക്കും അവന്റെ പ്ലാൻ. നന്ദനെ പോയെന്ന് കാണാൻ ഞാൻ ആവുന്നത്ര പറഞ്ഞതല്ലേ, എന്നിട്ട് മുരളേട്ടൻ പോയോ? ടെൻഷനൊക്കെ ഷെയർ ചെയ്യാൻ ആരും ഇല്ലാത്തൊരവസ്ഥയല്ലേ. ദേവികയോട് പോലും നന്ദനൊന്നും സംസാരിക്കാൻ പറ്റില്ലല്ലോ. പോകുന്ന പോക്കില് അവൻ മീരയെ കണ്ടെല്ലാം പറയുമെന്ന് എനിക്കൊരു സംശയമുണ്ട്. ചിലപ്പോ അങ്ങനെ സംഭവിക്കാം. ഞാൻ പോവാ, ഇടയ്ക്ക് ഞാൻ അവനെ വിളിച്ചോളാം. മുരളേട്ടാ, മുരളേട്ടനും ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതാ. എന്തിന്? ഒരു ചോദ്യം ചെയ്യൽ എന്തായാലും ഉണ്ടാവും, അതുകൊണ്ട് പറഞ്ഞതാ. ചോദ്യം ചെയ്യലോ? നീ എന്താന്ന് വെച്ചാ തെളിച്ചു പറ. ദേവികയുടെ കാര്യം അറിഞ്ഞ സ്ഥിതിക്ക് ആന്റി എന്തായാലും മുരളേട്ടനെ വിളിച്ച് സംസാരിക്കാതിരിക്കില്ല. എന്നെ എന്തിനാ വിളിച്ച് സംസാരിക്കുന്നത്? മുരളീട്ടൻ എന്താ ഒന്നും അറിയാൻ വയ്യാത്തതുപോലെ? ഇതിനെല്ലാം കൂട്ടുനിന്നത് ആരാ? ഇവിടെയല്ലേ ദേവിക കഴിഞ്ഞത്. എന്തായാലും ആന്റി വിളിപ്പിക്കുമെന്നുള്ള കാര്യം ഉറപ്പാ. എന്നോട് ചോദിച്ചാ നന്ദൻ പറഞ്ഞിട്ടാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഞാൻ പറയൂ. ഈ ധൈര്യവും വാചകമൊക്കെ ആന്റിയുടെ മുന്നിൽ നിൽക്കുമ്പോഴും കാണണം. നീ വെറുതെ ഓരോന്ന് പറഞ്ഞു. ഞാനൊരു മുന്നറിയിപ്പ് തന്നേ ഉള്ളൂ. നന്ദമോനെ വിളിച്ചോ? ആ, വിളിച്ചു. അവന്റെ ഫോൺ സ്വിച്ച് ഓഫാ. എങ്ങോട്ടാ പോയെന്ന് ആർക്കറിയാം. എന്തായാലും ചന്ദ്രോത്ത മനസ്സമാധാനം തകർന്നു. ഇനി അവിടെ എന്നും വഴക്കും ബഹളമായിരിക്കും. അമ്മേ, എന്താടാ? ആന്റി എന്റെ കാര്യം വല്ലതും ചോദിക്കാ പറയുക ചെയ്തോ? നിന്റെ കാര്യം എന്ത് ചോദിക്കാനാ? സമാധാനായി. നീ ഇവിടെ ഉണ്ടോന്ന് എന്നോട് ചോദിച്ചായിരുന്നു. അല്ല, എന്താ കാര്യം? അതെനിക്കറിയാൻ വയ്യ. പ്രഭക്കുഞ്ഞ് വന്നാ നിന്നെ അങ്ങോട്ട് വിളിപ്പിക്കാൻ സാധ്യതയുണ്ട്. എന്തിന്? നന്ദമോന്റെ കാര്യങ്ങൾക്കൊക്കെ നീയാണല്ലോ കൂട്ടു നിൽക്കുന്നത്. അതൊക്കെ എന്തായാലും പ്രഭക്കുഞ്ഞ് ചോദിക്കാതിരിക്കില്ല. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. വെള്ളം വല്ലതും വേണോ? എന്തിനാ? അല്ല, കുടിക്കാൻ. കേറി പൊടിയാത്തു. ഞാനിത്തിരി വെള്ളം എടുക്കാം. മുഖത്തെ നല്ല പരവേശമുണ്ട്. ഫോൺ സ്വിച്ച് ഓഫാ. അവൻ ഇറങ്ങിപ്പോകുന്ന എങ്ങോട്ടാണെന്ന് നീ ചോദിച്ചില്ലേ? പിന്നാലെ നടന്ന് ചോദിച്ചതാ, പക്ഷെ പറയണ്ടേ? ഒന്നും മിണ്ടാതെ പോയത്. എങ്ങോട്ടായിരിക്കും ഒരു സൂചനയും കിട്ടില്ല. ഇല്ല, പറഞ്ഞു തീർത്ത് ബാഗ് എടുത്തൊരൊറ്റ പോക്കായിരുന്നു. അങ്ങനെ ഒരു ബാഗ് എടുത്തു വെച്ചിരിക്കുന്നത് പോലും അവൻ എടുത്തപ്പോഴാ കണ്ടത്. നീ ഒന്ന് അവളെ വിളിച്ചു നോക്ക്. ആരെ? ദേവികയെ. അവക്കറിയാതിരിക്കില്ലല്ലോ, വിളിക്ക്. ചേച്ചി. ഹലോ ചേച്ചി. അച്ഛൻ ഉറങ്ങിയോ? ഇല്ല, ഭക്ഷണവും മരുന്നും ഒക്കെ കഴിഞ്ഞു. ഇനി ഉറങ്ങാം. ഇന്ന് കുറച്ചു ദൂരം നടത്തി. അച്ഛൻ നല്ല ഹാപ്പിയാ. ഫോണിൽ നന്ദനോടുത്തെ ഇങ്ങോട്ട് വന്നില്ലല്ലോ. വരുമെന്ന് പറഞ്ഞിരുന്നോ? അവിടെ എത്തിയില്ലല്ലേ? ഇല്ല. രജനീച്ചി എപ്പോഴാ വരിക? അമ്മയും ഞാനും കൂടെ നാളെ അങ്ങോട്ട് വരും.
എന്നാ ശരി, പിന്നെ വിളിക്കാം. ശരി. നന്ദൻ വന്നറിയാൻ വേണ്ടി വിളിച്ചതാ. അവൻ അങ്ങോട്ട് ചെന്നിട്ടില്ലെന്ന്. അവൾ ഇവിടെ നടന്ന വല്ലോ അറിഞ്ഞിട്ടുണ്ടോ? അവൻ പറയാതിരിക്കില്ല. ഇല്ലെന്നാ തോന്നിയത്. സംസാരത്തിൽ വ്യത്യാസമൊന്നുമില്ല. എന്താ ഇനി നമ്മൾ വേണ്ടത്? അമ്മയുടെ തീരുമാനം എന്താ? എന്താ നീ ഉദ്ദേശിച്ചത്? നന്ദന്റെ കാര്യത്തെക്കുറിച്ച്. എന്താ നിന്റെ അഭിപ്രായം? അത് പറയ്, കേൾക്കട്ടെ. അവന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് വിചാരിക്കല്ലേ നല്ലത്. ആണോ? നിന്റെ ജീവിതം തൊലച്ചതുപോലെ അതുപോലെ തന്നെ ആയിക്കോട്ടെ എന്നാണോ? അതാണോ നീ ആഗ്രഹിക്കുന്നേ? എന്റെ ജീവിതം തൊലിച്ചത് ഞാനല്ലല്ലോ. പിന്നെ ഞാനാണോ? പറയടി. കുടുംബത്തിന് ചേരാത്ത ലോ ക്ലാസ് ബന്ധം ഒപ്പിച്ചോണ്ട് വന്നത് ആരാ? അതില്ലാതാക്കിയിട്ട് ഈ കുടുംബത്തിന്റെ അന്തസ്സിന് ചേർന്ന ബന്ധമാണോ എനിക്ക് വേണ്ടി കണ്ടുപിടിച്ച് തന്നത്? എന്നിട്ട് അവസാനം എന്തായി? അമ്മ തന്നെ അയാളെ പിടിച്ച് പുറത്താക്കിയില്ലേ? അത് നിന്റെ അഹങ്കാരത്തിന് കിട്ടിയ സമ്മാനമാണ്. ഒരു തേർഡ് റേറ്റ് അലവലാതിയുടെ കൂടെ ഒളിച്ചോടിയ നിനക്ക് രാജകുടുംബത്തിൽ നിന്ന് ആലോചന വരുമെന്നാണോ നീ കരുതിയത്? ഞാൻ സ്നേഹിച്ചത് അയാൾക്ക് സ്വത്തും പണവും ആവശ്യത്തിനുണ്ടോ നോക്കിയിട്ടല്ല, അയാളുടെ സ്വഭാവം ഇഷ്ടപ്പെട്ടിട്ടാ. ചന്ദ്രോത്ത് തറവാട്ടിന്റെ അത്ര പണക്കൊഴുപ്പ് ആ കുടുംബത്തിനുണ്ടായിരുന്നില്ല. അതൊരു കുറവായിട്ട് ഞാൻ കണ്ടില്ല. പക്ഷെ ഞാൻ കാണും, അതൊരു വലിയ കുറവ് തന്നെയാ.